കേരളത്തില് പാർട്ടി മാറിയ നേതാക്കളിൽ ചിലര് ഗതി കിട്ടാത്ത പ്രേതം പോലെ അലയും. അവരിൽ ഒരാളാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിലെ ഇരട്ട നീതി. ഷാഫിയെ തൊട്ടവര് തീഹാർ ജയിലിലാവും, സന്ദീപ് വാര്യരും ജയിലിൽ തന്നെ. നമസ്കാരം. അപ്പോ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല നാടകങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് രണ്ട് പ്രധാന വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, പാർട്ടി മാറിയതിനു ശേഷം ഗതി കിട്ടാത്ത പ്രേതം പോലെ അലയുന്ന സന്ദീപ് വാര്യർ. രണ്ടാമത്തേത്, പ്രതിപക്ഷ നേതാവ് വി സതീശനെ വരെ നിലംപരിശാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യുവ നേതാവ് ഷാഫി പറമ്പിൽ എന്നുള്ളത്. അതിലാദ്യം ഞാൻ സന്ദീപ് വാര്യരുടെ കാര്യം തന്നെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് സുരേന്ദ്രനെ പഠിക്കാൻ നോക്കി എന്നുള്ളത് മാത്രം അവിടെ മനസ്സിലാക്കിയാൽ മതി. അതായത് സുരേന്ദ്രൻ സ്വാഭാവികമായിട്ട് അയ്യപ്പനോടുള്ള ഭക്തി കാരണം ശബരിമലയിൽ പോയപ്പോൾ താരമായി എന്നുണ്ടെങ്കിൽ ഇപ്പൊ വീണ് കിട്ടിയിരിക്കുന്ന ഈ ശബരിമല വിഷയം എന്ന് പറയുന്നത് മുതലാക്കാൻ വേണ്ടി, വോട്ടിന് വേണ്ടി മാത്രം മുതലാക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ ഒന്ന് ശ്രമിച്ചു. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പോലീസ് സന്ദീപ് വാര്യരെ തൊടുന്നില്ല എങ്കിലും അങ്ങോട്ട് പോയി തല്ലി എന്നെ തിരിച്ചു തല്ലു എന്നും പറഞ്ഞ് ആ തിരുവല്ലയിൽ കാണിച്ച ആ ഒരു നാടകം എന്ന് പറയുന്നത്, അതിലൂടെ അറസ്റ്റ് വരിക്കേണ്ടി വന്നു. അറസ്റ്റ് വരിച്ചതിന് ശേഷം ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ ജാമ്യം കിട്ടിയില്ല. അങ്ങനെ റിമാൻഡിലായി. അങ്ങനെ കൊട്ടാരക്കര സബ് ജയിലിലാണ് സന്ദീപ് വാര്യർ. അത് ആരെങ്കിലുമൊക്കെ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കോൺഗ്രസിൽ അത് ഏതെങ്കിലും ഒരു നേതാവിന്റെ പ്രതികരണം അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചാനലുകളുടെ ഒരു സഹകരണം, ഇതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ആരൊക്കെയോ സന്ദീപ് വാര്യർ ജയിലിലായത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ സന്ദീപ് വാര്യരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അടുത്തതാണ് ഷാഫി പറമ്പിലിന്റെ വിഷയം എന്ന് പറയുന്നത്. അദ്ദേഹവും ഏതോ ഒരു കോളേജിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പേരാമ്പ്രയിൽ പോയപ്പോൾ അവിടെ സംഘർഷം വന്നു. അങ്ങനെ ആ ഒരു വിഷയത്തില് വെറുതെ നിന്ന് ആരുമൊക്കെയായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് മുഖത്തടിച്ചു, അതും ലാത്തിക്കടിച്ചു. 2 പൊട്ടലുകളാണ് മൂക്കിനുള്ളത്. അങ്ങനെ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആശുപത്രിയിലാണ് അദ്ദേഹം. 5 ദിവസത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതും പോലീസിന്റെ ഒരു അതിക്രമം എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് CPM ഗുണ്ടകളായിട്ടുള്ള പോലീസാണോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നേതാക്കളെ തെരഞ്ഞു പിടിച്ചുള്ള ഒരു മർദ്ദനം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അവിടെ ഈ കോളേജ് വിഷയവും CPM കോൺഗ്രസ് സംഘർഷവും ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഷാഫി പറമ്പിലും ഉയർത്തിക്കാണിച്ചത് ശബരിമല വിഷയം മറച്ചു വെക്കുന്നതിന് വേണ്ടി CPM ഷാഫിയെ തല്ലി അത് വലിയ ചർച്ചയാക്കി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പില് പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതായത് അദ്ദേഹം തന്നെ സ്വയം വിചാരിക്കുന്നു അദ്ദേഹം വലിയൊരു താരമാണ്, അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ ശബരിമല വിഷയം വരെ മറഞ്ഞു പോകും, അങ്ങനെ ഷാഫി വിഷയം ചർച്ചയാകും എന്നൊക്കെ ആയിരിക്കാം അദ്ദേഹം ധരിക്കുന്നത്. ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വി സതീശൻ, അതായത് പ്രതിപക്ഷ നേതാവ്, എന്തിനും എല്ലാത്തിനും കയറി ഇടപെട്ട് പ്രതികരണങ്ങൾ നൽകുന്ന ആ ഒരു മീഡിയ ശ്രദ്ധ നേടിയെടുക്കാൻ മാത്രം ശ്രമിക്കുന്ന എന്നാൽ ഒരു നിർഗുണനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ വരെ നിലംപരിശാക്കി ഷാഫി ഇപ്പൊ കേരളത്തിൽ താരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് ഷാഫിയുടെ ഒരു കഴിവ് തന്നെയാണ്. ഇനി അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. അതായത് ഷാഫി എന്ന് പറയുന്നത് ഒരു MP ആണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക പരിരക്ഷ ആവശ്യമുണ്ട്. ആ ഒരു സമയത്താണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു പോലീസുകാരനെ ഒരു ബലിയാടാക്കി തല്ലുന്നതിന് വേണ്ടി നിയോഗിക്കുന്നത്. അപ്പോൾ ആ പോലീസുകാരൻ അനുഭവിക്കേണ്ടി വരും, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഉന്നത ഉദ്യോഗസ്ഥരും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഒരു MP-ക്കെതിരെ ഇതുപോലെ പോലീസ് ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു, അപമാനിക്കാൻ ശ്രമിച്ചു, വായില് ലാത്തി കുത്തിക്കേറ്റി പ്രകടനത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ മാർച്ചിന്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം MP ആയിരുന്നത് കൊണ്ട് ആദ്യം പരാതി കൊടുത്തത് ലോക്സഭാ സ്പീക്കർക്കാണ്. അപ്പോ ലോക്സഭാ സ്പീക്കർക്ക് ഒരു പ്രത്യേക പദവിയുണ്ട്. അതായത് ഈ MP-മാർക്കെതിരെ എന്തെങ്കിലും അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു അധികാരമുണ്ട്. അപ്പോൾ ഈ പ്രതികളെ നേരെ അങ്ങോട്ടേക്ക് സ്പീക്കറുടെ ചേംബറിലേക്ക് വിളിച്ചു വരുത്താം. അതായത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി സ്പീക്കറുടെ മുമ്പിൽ ഹാജരാവണം. അങ്ങനെ തെറ്റ് തെളിയിക്കപ്പെട്ടാൽ, അതായത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ 7 ദിവസം വരെ ജയിലിൽ അടയ്ക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ഈ ലോക്സഭാ സ്പീക്കർക്കുണ്ട് എന്നുള്ളതാണ്. ആ അധികാരം ഇപ്പോൾ വിനിയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അന്ന് ട്രിവാൻഡ്രത്തെ കേസിൽ വലുതായിട്ട് അതൊരു ചർച്ചയാക്കിയില്ല. ആ സ്പീക്കർ വളരെ അനുഭാവപൂർണമായിട്ട് ഈ കേസ് പരിഗണിച്ചു. അങ്ങനെ ജയിലിലൊന്നും ഇട്ടില്ല. പക്ഷെ ഇപ്പോ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്, അതായത് ഇവിടെ തൃശ്ശൂര് വെച്ചൊരു പ്രകടനം നടന്നപ്പോ തൃശ്ശൂര് ജില്ലാ പ്രസിഡന്റ് BJP-യുടെ
അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ലാത്തി ഒടിഞ്ഞു പോകുന്നത് വരെ നമ്മൾ കണ്ടിരുന്നു. അപ്പോ പിണറായി പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും അതിക്രമങ്ങളുമാണ് എതിർ പാർട്ടികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെയും ലാത്തി ചാർജ് നടന്നിട്ടില്ല. പക്ഷെ എങ്ങനെ ഈ ലാത്തിക്കടി കിട്ടി ഷാഫിക്ക്? അപ്പോ അതൊരു കൊലപാതക ശ്രമമായിട്ട് തന്നെ കണക്കിലെടുത്ത് ഈ പോലീസുകാർക്കെതിരെയും ആ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോ ആ ഒരു സംഭവം വരെ നിലനിൽക്കുന്നത്. അപ്പോൾ പിണറായി പോലീസ് അങ്ങനെയുള്ള കേസൊന്നും എടുക്കില്ല. ഇനി എടുത്താൽ തന്നെ ഒരു സസ്പെൻഷൻ, അതിന് അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം, അത് കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത മറക്കും. പിന്നെ ആ പോലീസുകാരൻ വീണ്ടും ആ ഒരു തസ്തികയിലേക്ക് തന്നെ കയറും, ചിലപ്പോൾ പ്രൊമോഷനും കൊടുത്തു എന്ന് വരും. അതാണ് കേരളത്തിലത്തെ അവസ്ഥ. പക്ഷേ ഈ സ്പീക്കർക്ക് ഈ അധികാരം എന്ന് പറയുന്നത്, അത് ഇന്ന് വേണുഗോപാല് ഷാഫിയെ കണ്ടിറങ്ങിയതിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ്? ഞങ്ങൾ സ്പീക്കർക്ക് പരാതി കൊടുക്കും. ഉച്ചയായപ്പോഴത്തേക്കും ആ ഒരു വാർത്ത വന്നു. അതായത് നമ്മളുടെ കൊടിക്കുന്നിൽ സുരേഷ് ഈ ഷാഫിയുടെ വിഷയം സ്പീക്കറുടെ മുമ്പിൽ അവതരിപ്പിച്ച് പരാതി കൊടുത്തു. ഇനി സ്പീക്കർ എങ്ങനെ അതിനെ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അങ്ങനെ സ്പീക്കർ അദ്ദേഹത്തിന്റെ അധികാരം കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ, ഇവിടെ ഈ പോലീസുകാരൻ കുറ്റം ചെയ്തു, അത് ഓൾറെഡി മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്, ലാത്തിക്ക് മൂക്കിനടിക്കുന്നത്. അപ്പോൾ ആ ഒരു കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഈ കേരളത്തിലത്തെ പോലീസ് സ്പീക്കറുടെ ആ ഒരു പ്രത്യേക അധികാരത്തിന്റെ വിനിയോഗത്തിലൂടെ തീഹാർ ജയിലിൽ ഏറ്റവും കുറഞ്ഞത് 7 ദിവസം കിടക്കേണ്ടി വരും എന്നുള്ളതാണ് അവസ്ഥ. അതിനുശേഷം ഏത് രീതിയിലുള്ള കേസ് എടുക്കണം, സ്പീക്കർ വരെ കുറ്റം ചെയ്തു എന്നുള്ളത് കണ്ടെത്തി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിണറായി പോലീസിന് കേസെടുക്കാതെ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വരും. അങ്ങനെ പിണറായി പോലീസും ആ ഒരു കേസ് ചാർജ് ചെയ്ത് FIR ഇട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ.